അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്തഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലം ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യക്തമായ ഒരു സാമൂഹിക ഘടനയോടുകൂടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ കാണുന്ന പല ജീവിവർഗങ്ങളിലും ഈ ഒരു സാമൂഹ്യ ഘടനയുണ്ട് എങ്കിലും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് മനുഷ്യരുടെ സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. ഏതൊരു കാര്യവും അള്ളാഹു കൽപ്പിക്കുന്നത് പോലെ തന്നെ നിർവഹിക്കുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് സാമൂഹ്യപരമായ കാര്യമാണ് എങ്കിലും രാഷ്ട്രീയമാണ് എങ്കിലും ജീവിതത്തിൻ്റെ ഏതേത് തുറകളാണ് എങ്കിലും അവിടെയൊക്കെയും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ എത്ര കണ്ട് നമ്മൾ പാലിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആമുഖം പറയാനുള്ള കാരണം, നമ്മുടെ സംസ്ഥാനം ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വളരെ തീവ്രമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പലപ്പോഴും ആവശ്യമുള്ളതും ഇല്ലാത്തതും മറ്റുള്ളവരെ അപഹസിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും അതേപോലെ തന്നെ പരദൂഷണവും ഒക്കെ കടന്നു വരികയാണ്. നമ്മൾ കൂടുന്നിടത്തൊക്കെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അത് പള്ളി എന്നില്ല, കല്യാണ വീടുകളിൽ നിന്നില്ല, മരണ വീടുകളിൽ എന്നില്ല, എവിടെയും നമ്മളതിങ്ങനെ നമ്മുടെയൊക്കെയും തൊള്ളയുടെ ആ ഒരു ഗാംഭീര്യമനുസരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം ആരാധനാലയങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ കലുഷിതമായ പല പ്രശ്നങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടൊക്കെ കടന്നു വരുന്ന സഹോദരങ്ങളുണ്ടാവും. അവരുടെ ഒന്നും മാനസികാവസ്ഥ പരിഗണിക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള സംസാരങ്ങളും ഇടപെടലുകളുമൊന്നും പാടില്ലാത്തതാണ് എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഒപ്പം തന്നെ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായി നടക്കുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൽ പരിഗണിക്കേണ്ട കാര്യങ്ങളും പരിഗണിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ ഇസ്ലാമികമായി പ്രാമാണ്യബദ്ധിതമായി എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കലാണ് എന്നത് ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യ പ്രക്രിയയ്ക്ക് 100 പേരിൽ 51 പേര് ആരെ തുണക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രക്രിയയ്ക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട് എങ്കിലും
അതിലൊരു ഗുണമെന്ന് പറയുന്നത് ജനങ്ങളുടെ അഭീഷ്ടം അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അതിനെ നമുക്ക് ഒഴിവാക്കിക്കൂടാ. നമ്മുടെ മതജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ വാക്ക്, വിചാര, അതേപോലെ തന്നെ കർമ്മ പദ്ധതികളെല്ലാം തന്നെയും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വിധേയമായിരിക്കണം എന്നത് ഏത് വിഷയത്തിൽ നമ്മൾക്ക് കൃത്യമായൊരു നിഷ്കർഷം ഉണ്ടായിരിക്കണം. ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറ ആലു ഇമ്രാനിലെ 26-ാമത്തെ വചനമാണ്. ആ വചനത്തിലൂടെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള തീരുമാനം ഒരു പ്രാർത്ഥനാ രൂപത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. കുൽ, പറയുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, ആധിപത്യത്തിൻ്റെ ഉടമയായ അള്ളാഹുവേ, തുഅത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. വ തൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരത്തെ നീ എടുത്തു നീക്കുകയും ചെയ്യുന്നു. വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിക്കുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാകുന്നു നന്മയുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ നമ്മെ ഭരിക്കാൻ ചുമതലയേൽക്കപ്പെടുന്ന ആളുകൾ ജനാധിപത്യ പ്രക്രിയയിൽ എന്തെല്ലാം നടക്കുന്നുണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ ഒരു തീരുമാനത്തിന് വിധേയമായിട്ടാണ് ഈ ഭൂലോകത്ത് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നതുപോലെ തന്നെ ഭരണകർത്താക്കൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. നമ്രൂദിന്റെ ചരിത്രം വിവരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് രാജാധികാരം നൽകിയപ്പോൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് തർക്കിച്ചതിനെ പ്രത്യേകമായി പറയുന്നു. അവിടെ പ്രത്യേകമായി പറഞ്ഞത് അള്ളാഹു അദ്ദേഹത്തിന് രാജാധികാരം നൽകി എന്നതാണ്. ലോകത്തെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായി നമ്മൾ കാണുന്നത് ഫിറഔനെയാണ്. അധികാരം തലക്കു പിടിച്ചാൽ മനുഷ്യരെന്തെല്ലാം ആയിത്തീരും എന്നതിൻ്റെ എക്കാലത്തെയും മികച്ച ഉദാഹരണമായി ഫിറഔനെ നമ്മൾ കാണുകയാണ്. അന റബ്ബുക്കുമുൽ അഅ്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവാകുന്നു. പടച്ചവനാണ് എന്ന് പറയാൻ പോലുമുള്ള ദാഠ്യത, അധികാരം ഒരു മനുഷ്യനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. വിശ്വാസികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അധികാരം അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ. അത് ചെറിയൊരു സ്ഥാനമാനങ്ങളാണെങ്കിൽ പോലും അത് അമാനത്തിൽപ്പെട്ടതാണ്. വിശ്വസിച്ചേൽപ്പിക്കുന്ന മുതലുകൾ അത് അമാനത്താണ്. മക്കളുടെ കാര്യം പറഞ്ഞിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, അത് മക്കൾ അമാനത്താണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഏൽപ്പിച്ച സംഗതികളൊക്കെയും ഭംഗിയായി നിർവഹിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയുള്ള കാര്യമാണ്. പ്രവാചകന്മാരിൽ ചുരുക്കം ചില ആളുകൾക്ക് അല്ലാഹു ഭൂമിയിൽ ആധിപത്യം നൽകിയിട്ടുണ്ട്, രാജാധികാരം നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. അള്ളാഹു അദ്ദേഹത്തിനോട് നൽകുന്ന നിർദ്ദേശം ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറ സ്വാദിലെ 26-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ വായിക്കാം. യാ ദാവൂദ്, അല്ലയോ ദാവൂദേ, ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഖലീഫയായി നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫഹക്കും ബൈനന്നാസി ബിൽ ഹഖ്, അതുകൊണ്ട് യാഥാർത്ഥ്യപൂർവ്വം സത്യസന്ധമായിട്ടായിരിക്കണം, ന്യായമായിട്ടായിരിക്കണം ജനങ്ങൾക്കിടയിൽ നീ വിധിക്കേണ്ടത്. വലാ തത്തബിഉൽ ഹവ, നീ നിന്റെ ഇച്ഛകളെ, സ്വ ആഭിഷ്ടങ്ങളെ നീ ഒരിക്കലും പിന്തുടരരുത്. ഫയുദില്ലക അൻ സബീലില്ലാ, അങ്ങനെ നീ നിന്റെ ഇച്ഛകളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നീ വഴിതെറ്റിയവനായി പോകും. തൻ്റെ പ്രവാചകനോട് അള്ളാഹു നൽകുന്ന ഉപദേശമാണത്. രാജാധികാരമുണ്ട്, അതുകൊണ്ട് നിനക്ക് നിന്റെ ഇഷ്ടമനുസരിച്ച് വിധിക്കാം. പാവപ്പെട്ട ജനങ്ങൾ ഒരുപക്ഷെ അത് കേൾക്കുകയും അനുസരിക്കാനും നിർബന്ധിതരായി തീരും. പക്ഷേ
അധികാരമേൽപ്പിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അത് പാടില്ല. ഏത് സന്ദർഭത്തിലും നീതിപൂർവമായി, സത്യസന്ധമായി, ന്യായമായിട്ടായിരിക്കണം വിധിക്കേണ്ടത്. രണ്ടാമത് പറഞ്ഞത് സ്വാഭീഷ്ടങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ കടന്നു വരരുത് എന്നുള്ളതാണ്. എത്ര കൃത്യമായിട്ടാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാഷ്ട്രചിന്തയും രാഷ്ട്രമീമാംസയും ഒക്കെ പ്രചാരം നേടി അതൊക്കെ ഒരു വലിയ ബിരുദമായിട്ടൊക്കെ വരുന്നതിൻ്റെ ഒക്കെ എത്രയോ മുമ്പ് ഖുർആൻ ഇത് പറഞ്ഞു വച്ചിരിക്കുന്നു. ഭരണാധികാരികൾക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഗതിയാണ് പറഞ്ഞത്. ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ലൗ മാത്തത് ഷാത്തൻ അലാ ഷത്തിൽ ഫുറാത്ത് ഫറാത്തത്തുൻ ലദംതു അന്നല്ലാഹ അസ്സ വജല്ല സലി അൻഹ അലൽ ഖിയാമ. എന്താണ് പറഞ്ഞത്? യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരാട്ടിൻകുട്ടി ചത്തുപോയാൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ കോടതിയിൽ നാളെ അതിൻ്റെ പേരിൽ താൻ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കൃത്യമായ വിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ ദർബാറിൽ അദ്ദേഹവുമായി കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് അമീറുൽ മുഅ്മിനീൻ ഇറങ്ങി ഓടുകയാണ്. ആളുകൾ ചോദിച്ചു, എന്താണ്? ബൈത്തുൽ മാലിൽ നിന്ന് ഒരു ഒട്ടകം കെട്ടഴിഞ്ഞു പോയിരിക്കുന്നു, അതിനെ പിടിക്കാൻ വേണ്ടി പോകുന്നതാണ്. പിടിക്കാൻ അതിൻ്റെ കാവൽക്കാരുണ്ട്, മറ്റു പലരുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇത്രയും പ്രയാസപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്നോടാണ് ചോദിക്കുക. എത്ര കൃത്യമായ ഉത്തരവാദിത്ത ബോധമാണ് അതിലെ ഓരോ സംഗതികളിലും അദ്ദേഹം വച്ചുകൊണ്ടിരുന്നത്. സമകാലിക ലോകത്ത് നമ്മൾ ഇത്തരം സംഭവങ്ങളെ ചേർത്തു പിടിക്കേണ്ടതുണ്ട്, ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എത്രയെത്ര ജീവികൾ അറുകൊലയ്ക്ക് വിധേയമാക്കപ്പെടുന്നു, ഒപ്പം തന്നെ മനുഷ്യജീവനുകൾ പോലും വിലയില്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ചൂഷണം ഒരു രാജ്യത്തെയും രാജ്യവിഭവങ്ങളെയും കൊള്ളയടിക്കപ്പെടുകയാണ്. പച്ചയായി പൊതുമുതലുകൾ കവർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കോടികളുടെ അഴിമതികൾ നടക്കപ്പെടുന്നു. മനുഷ്യർക്കെല്ലാവർക്കും ഉപകരിക്കേണ്ടുന്ന എല്ലാവരുടേതുമായിട്ടുള്ള സ്വത്തുകൾ സ്വന്തം താല്പര്യപ്രകാരം സ്വന്തത്തിൻ്റെതാക്കി മാറ്റപ്പെടുന്നു. അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഭരണകൂടങ്ങൾ ഉണ്ടാകുന്നു. അവിടെയാണ് ദാവൂദ് നബിയോട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ് പറഞ്ഞത്? വലാ തത്തബിഉൽ ഹവാ, ഇച്ഛകളെ നീ പിൻപറ്റി പോകരുത് എന്ന്. നമുക്ക് വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് പല താല്പര്യങ്ങളുണ്ടാകും. പക്ഷെ നിങ്ങളൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ആ താല്പര്യങ്ങളൊക്കെ നിങ്ങൾ പുറത്തു വയ്ക്കണം. നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൻ്റെ നയിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ആളായി വരുമ്പോൾ ആ ഒരു നീതിബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എത്ര കൃത്യമായിട്ടുള്ള കാൽവയ്പ്പുകൾ, ചുവടുകളാണ് ഖുർആൻ ഉപദേശിക്കുന്നത്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറ നിസായിലെ 58-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുക്കും, പടച്ചവൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്, അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ അതിൻ്റെ അവകാശികൾക്ക് നൽകാൻ. ഓരോ മനുഷ്യനും അവകാശപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ വകവച്ചു കൊടുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. വഇദാ ഹക്കംതും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി പറയുകയാണ് എങ്കിൽ അൻ തഹ്കുമു ബിൽ അദ്ൽ, നീതിപൂർവമായിരിക്കണം നിങ്ങളുടെ വിധി എന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ എത്രമേൽ ശ്രദ്ധയുള്ളവരായി നമ്മൾ മാറണമെന്നതിന് എത്രയോ വചനങ്ങൾ ഇതേപോലെ നമുക്കെടുത്ത് ഉദ്ധരിക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടം അള്ളാഹുവിൻ്റെ റസൂല് മസ്ജിദുൽ ഹറാമിൽ നമസ്കരിക്കുകയാണ്. പ്രവാചകന് ആ കഅബയുടെ ഉള്ളിലൊന്ന് കടക്കണമെന്നൊരാഗ്രഹം. അതിൻ്റെ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഇബ്നു ത്വൽഹയോട് റസൂലുള്ളാഹി അന്വേഷിക്കുന്ന താക്കോൽ ചോദിക്കുന്നുണ്ട്. ആ കഅബയുടെ വാതിൽ തുറന്നു അകത്ത് പ്രവേശിക്കുക. അപ്പോൾ ഉസ്മാൻ ഇബ്നു ത്വൽഹ പറയുന്നുണ്ട്, ഇല്ല, താങ്കൾക്ക് ഞാനത് തരില്ല എന്ന്. റസൂലുള്ളാഹി തിരിച്ച് മറുപടി പറയുന്നുണ്ട്, ഇതൊരു നാൾ മുസ്ലിങ്ങളുടെ കൈകളിൽ വരും. അപ്പോൾ അതിന്
ഉസ്മാൻ ബിൻ അബൂ തൽഹ പറയുന്ന മറുപടി, അന്ന് അറബികൾ വളരെ നിന്ദിതരും പീഡിതരുമായിരിക്കുമെന്നാണ് അദ്ദേഹം പ്രവാചകൻ പറഞ്ഞതിന് മറുപടിയായിട്ട് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, അറബികൾക്ക് അന്തസ്സും പ്രതാപവും ഒക്കെ കൈവരുന്നതാണ്. വർഷങ്ങൾ നീണ്ടുപോയി. മക്കാ വിജയവേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെയാണ് കഅബയുടെ താക്കോലുകൾ? പ്രവാചകന്റെ മുന്നിൽ ആ താക്കോലുകൾ ഹാജരാക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അയിന ഉസ്മാൻ ബിൻ തൽഹ, ഉസ്മാൻ ബിൻ തൽഹ എവിടെയാണ്? ഫദഅലഹു, അദ്ദേഹത്തെ വിളിക്കാൻ പ്രവാചകൻ കൽപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ, ഹക്ക മിഫ്താഹുക യാ ഉസ്മാൻ, ഉസ്മാനെ പാരമ്പര്യമായി നിങ്ങളുടെ കുടുംബം കയ്യിൽ വച്ചിട്ടുള്ള ആ താക്കോലുകൾ ഇതാ. എന്താണ് പ്രവാചകൻ സ്വജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തത്? ഇബ്നു കസീർ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയതാണിത്. എന്നിട്ട് റസൂല് പറയുന്നുണ്ട്, അൽയൗമ യൗമു വഫാഉൻ വബിറുൻ, ഇന്ന് വിശ്വസ്തതയുടെയും നന്മയുടെയും ദിവസമാണെന്ന്. വിശ്വസ്തതകൾ പാലിക്കപ്പെടണം, അവകാശങ്ങൾ വകവച്ചു കൊടുക്കപ്പെടണം. ഒരു വിജയമുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവരുകയല്ല, അത് വകവച്ചു കൊടുക്കുകയാണ്. അധികാരത്തിൻ്റെ ദണ്ട് നമ്മുടെ കൈകളിൽ വരുമ്പോൾ അതിന് വിധേയരാകുന്ന പ്രജകളെ മുച്ചൂടും ഉപദ്രവിക്കുകയല്ല, അവരെ പ്രഹരിക്കുകയല്ല, അവരോടുള്ള കരുതൽ ഒരു ഭരണകൂടം കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. 22-ലധികം നികുതികളാണ് ഒരു പൗരൻ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമൊക്കെ ഈ രാജ്യത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കൊടുക്കുന്ന നികുതികൾക്കനുസരിച്ചുള്ള ഒരു കരുതലും ഒരു സാന്ത്വനവും ഒരു സംരക്ഷണവും ഭരണകൂടത്തിൽ നിന്ന് എത്ര കണ്ട് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സ്വന്തം പൗരത്വം പോലും സ്ഥാപിച്ചെടുക്കലിൽ ഓരോ പൗരന്റെയും ബാധ്യതയായി പുതിയ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതിന് കഴിയാതെ വന്നാൽ നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ ദുരന്തമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ അമാനത്തിനെ സംബന്ധിച്ച്, അവകാശങ്ങളെ സംബന്ധിച്ച്, ഭരണകർത്താക്കൾക്കും ഭരണകൂടങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വജനപക്ഷപാതിത്വത്തെ സംബന്ധിച്ച് ഇസ്ലാം വളരെ വാചാലമായി തന്നെ സംസാരിച്ചു പോയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ത്രിതല പഞ്ചായത്തിലെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് 50% സ്ത്രീ സംവരണമാണ്. സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടണം എന്നതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. എന്നാൽ ബസ്സിൽ കുറേ സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുത്താൽ, ട്രെയിനിൽ കുറേ സീറ്റുകൾ കൊടുത്താൽ, അധികാര സ്ഥലങ്ങളിൽ കുറേ സംവരണങ്ങൾ ഏർപ്പെടുത്തിയാൽ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുമോ? അതിലൊന്നാമതായി ഉണ്ടാകേണ്ടത് നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാകണം എന്നതാണ്. മനോഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സഹോദരിമാരെ ഉമ്മയായും സഹോദരിയായും മകളായിട്ടുമൊക്കെ കാണാനുള്ള മാനസികാവസ്ഥ ആർജിക്കുക എന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിയുക, അവർ ശാക്തീകരിക്കപ്പെടുക. അതല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ അവരാരത് പറയാൻ, അവളേതത് എന്നൊക്കെ ചോദിക്കുന്നിടത്തേക്ക് പുരുഷ മേധാവിത്വം കടന്നു വരാൻ സാധ്യതയുണ്ട്. വളരെ ഗൗരവപരമായി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഭാഗം, പുരുഷന്മാർ പോലും സ്വജനപക്ഷപാതികളും അനീതികൾ നടപ്പിലാക്കുന്നവരൊക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സഹോദരി കടന്നു വരുമ്പോൾ എത്രമേൽ ഗൗരവത്തോടുകൂടി ജാഗ്രതയുള്ളവളായിരിക്കണം എന്ന് നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ സ്ഥാനാർത്ഥിമാരെ പരിഗണിക്കുന്നത് പോലും അനുഭവത്തിൽ എന്ന് പറയണം, അല്ലേ? ഇവൻ വർഷങ്ങളായി ഈ കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഇക്കുറി ഞങ്ങൾ ഇവനെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതുവരെ മൂപ്പരൊന്നും നേടിയിട്ടൊന്നുമില്ല, ഇനി എല്ലാം നേടിയെടുക്കാനൊരു അവസരം ഞങ്ങൾ കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ പച്ചയായിട്ടുള്ള കൊള്ളയ്ക്ക് ഒരു അനുവാദം കൊടുക്കണം, അതിനൊരു തീട്ടൂരം നിങ്ങളുടെ കൂടി ലഭിക്കണമെന്നാ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയം ഇസ്ലാമികമായി എത്ര കണ്ട് ശരിയാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എന്നാൽ ഇതൊക്കെ നാട്ടുനടപ്പായി നടന്നു പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അബൂദർ ഗിഫാരി എന്ന് പറയുന്ന
പ്രവാചകന്റെ സ്വഹാബി വര്യന്മാരിൽ പ്രസിദ്ധനായ അബൂദർ വരുന്നുണ്ട്. പ്രവാചകൻ പലരെയും പല ചുമതലകളും ഏൽപ്പിക്കുന്ന അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹം റസൂലുള്ളയോട് പറയാൻ, അലാ തസ്തഅ്മിലൂനി, എന്നെ ഒന്നും ഏൽപ്പിക്കുന്നില്ലേ, എനിക്കൊരു ചുമതലയും തരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാൻ, ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയതാണ്, യാ അബാദർ ഇന്നക ലഈഫുൻ, നീ ഒരു ദുർബലനായ മനുഷ്യനാണ്. വ ഇന്നഹ അമാനത്തുൻ, ഈ ഉത്തരവാദിത്വം, ഈ ഭരണം എന്ന് പറയുന്നത് ഒരു അമാനത്താണ്. വ ഇന്നഹ യൗമുൽ ഖിയാമത്തി ഖസിയുൻ വ നദാമത്തുൻ, പരലോകത്ത് പുനരുദ്ധാന നാളിൽ അപമാനിതനും ദുഃഖിതനുമായി തീരും ഇതുകൊണ്ടൊരാൾ. അതിന് പറ്റാത്ത ഒരാളത് ഏറ്റെടുത്താൽ പരലോകത്ത് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അപമാനമാണ്, കൊടുംഖേദവുമായിരിക്കും. ഇല്ലാമൻ അഖദഹാ ബിഹഖിഹാ വ അദ്ദല്ലദി അലൈഹി ഫിഹാ, യഥാവിധി ആ ചുമതലകൾ നിർവഹിക്കാത്ത മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെയും നേരിടേണ്ടി വരുമെന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനത്തിലൂടെ പറയുന്നത്. നമുക്കതിൽ പാടില്ലേ? നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ അതിന് യോഗ്യരാണ് എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കണമെന്നതാണ് പറഞ്ഞത്. ഒപ്പം കടമകളെ ബോധവൽക്കരിക്കുകയാണ്. ഒരാൾ സ്ഥാനാർത്ഥിയായി നിന്നുപോയാൽ ഈ ചുമതലകൾ അയാൾ വിശ്വാസിയാണ് എങ്കിൽ ഇസ്ലാമികപരമായിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ ആ വ്യക്തിയിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ വിശ്വാസി സമൂഹം ബാധ്യസ്ഥരാണ്. ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘദർശനം നൽകിയിട്ടുണ്ട് പല കാര്യങ്ങളെ പറ്റിയും. അതിൽ അന്ത്യനാളുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ പറയാം. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയാണ്, ഇദാ ദുയ്യഅത്തിൽ അമാന, ഈ അമാനത്തുകൾ പാഴാക്കപ്പെടുകയാണ് എങ്കിൽ ഫൻതളിരിസ്സാഅ, അന്ത്യനാൾ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ. എന്താണ് അന്ത്യനാളിന്റെ പ്രത്യേകത? അന്ത്യനാൾ അടുത്ത കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ ഏറ്റവും കൊള്ളരുതാത്ത ആളുകളായിരിക്കും. അത്രയും മോശക്കാരായ ആൾക്കാരുണ്ടാകുമ്പോഴാണ് ഏറ്റെടുത്ത ചുമതലകൾ പാഴാക്കപ്പെടുന്നത്. നമ്മളൊരാളെ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും പഞ്ചായത്തിലേക്കും ഒക്കെ പറഞ്ഞു വിടുമ്പോൾ സമൂഹത്തിന് ഒരുപാട് പ്രതീക്ഷകളാണ് അയാൾ വെച്ചു കൊടുക്കുന്നത്. പക്ഷെ മൂപ്പർക്കാവുന്നൊരു വിചാരമില്ല. മൂപ്പർ 5 കൊല്ലം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തടിച്ചു കൊഴുക്കണം എന്നതാണ് മൂപ്പര് നയിച്ചുകൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയെങ്കിൽ അതാണ് ഈ അമാനത്ത് പാഴാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങളത് പ്രതീക്ഷിച്ചുകൊള്ളൂ, ലോകാവസാനം ഉടനെ ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രവാചകൻ ചോദിക്കപ്പെട്ടു, കൈഫ ഇളാഅത്തുഹാ യാ റസൂലുള്ളാഹ്, എങ്ങനെയാണ് ഈ അമാനത്തുകൾ പാഴാക്കപ്പെടുക റസൂലേ എന്നാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലി ഫൻതളിരിസ്സാഅ, ഉത്തരവാദിത്തം അതിൻ്റെ യഥാർത്ഥ ആളുകൾക്കില്ലാതെ അനർഹരായ ആളുകളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടലാണ് അമാനത്തുകൾ പാഴാക്കുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളണം എന്നുള്ളതാണ്. വളരെ മോശകരമായിട്ടുള്ള പൊതുമുതലുകൾ കൊള്ളയടിക്കപ്പെടുന്ന ഏറ്റവും വലിയ അഴിമതികൾ നടക്കുന്ന രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. ഒരു വലിയ അഴിമതി ഉണ്ടായപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ ഈ നീതിന്യായ വ്യവസ്ഥയിലെ ഒരു ജഡ്ജി ചോദിച്ചത് ഈ സംഖ്യയുടെ പൂജ്യം എത്രയെന്നാണ്. ഇതൊന്ന് വായിക്കാൻ പറ്റണില്ലേ ജഡ്ജിക്ക്? ഒരു സ്പെക്ട്രം അഴിമതിയുമായി ബന്ധപ്പെട്ട കേസാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു എളുപ്പമില്ലാതെ അത്തരം ആളുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പിമ്പലത്തിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും വന്ന് നമ്മളോട് ഈ സമ്മതിദാനാവകാശം ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളെ നയിക്കാൻ കെൽപ്പുള്ളവരാണ്, അതിന് പ്രാപ്തരാണ് എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് പഞ്ചായത്തൊക്കെ ഇട്ട് വരുമ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന നിരന്തരം ആവശ്യങ്ങൾക്ക് അവർക്ക് നിരന്തരം ബന്ധപ്പെടേണ്ട ഒരു വ്യക്തി കൂടിയാണ് ഈ അധികാരി എന്ന് പറയുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ ഇമാമു ഖാദിമൻ ലിന്നാസ്, ജനങ്ങളുടെ പരിചാരകനാണ് അവരുടെ നേതാവ് എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റ് നേരെ തിരിഞ്ഞു വരികയാണ്. പുതിയ കാലഘട്ടത്തിൽ ജനങ്ങളുടെ യജമാനന്മാരായി അവർ മാറുകയാണ്. ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല.
ജനങ്ങളുടെ പരിചാരകരാണ്, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ടവരാണ്. ഉമർ റളിയല്ലാഹുവിനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, പകല് നിങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിച്ചു, രാത്രിയും നിങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. തൻ്റെ കുടുംബം തൻ്റെ സാന്നിധ്യമില്ലാതെ പ്രയാസപ്പെടുന്നൊരു ഘട്ടത്തിൽ അവരങ്ങനെ ചോദിച്ചു പോകുന്നുണ്ട്. ആലോചിച്ച് നോക്കണം. ജനങ്ങളുടെ ക്ഷേമവും അവരുടെ സ്ഥിതിവിവരങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി രാത്രി ഉറക്കമൊഴിച്ച അദ്ദേഹം ജനങ്ങൾക്കിടയിലൂടെ ഊരു ചുറ്റുകയായിരുന്നു. അതാണ് ഇസ്ലാമികമായ പാരമ്പര്യം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ ദീർഘദർശനം നടത്തിയത് ഇങ്ങനെയാണ്, തെറ്റായ അധികാരി വർഗത്തെ സംബന്ധിച്ച്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുന്നു, സിൻഫാനി അഹ്ലുന്നാസ്, ജനങ്ങളിൽ 2 വിഭാഗം ആളുകളുണ്ട്. ലം അറാഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല. പ്രവാചകൻ പറയാ, പ്രവാചകന്റെ കാലത്ത് അവരില്ല. പക്ഷെ അവരെ ലക്ഷണങ്ങൾ പ്രവാചകൻ പറഞ്ഞുതരാം. ഖൗമും മഅഹും സിയാത്തുൻ കഅദ്നാമിൽ ബഖർ, ജനങ്ങളോടൊപ്പമുള്ള അവരുടെ നേതൃത്വമാണ് ഒരു വിഭാഗം എന്ന് പറയുന്നത്. അവരുടെ കൈകളിൽ എന്തുണ്ട്? പശുവിൻ്റെ വാലുകൾ പോലെ ചാട്ടവാറുകൾ ഉണ്ടായിരിക്കും. യദ്രിബൂന ബിഹന്നാസ്, ആ ചാട്ടവാറുകൾ കൊണ്ട് അവർ ജനങ്ങളെ പ്രഹരിച്ചു കൊണ്ടിരിക്കും. ലാ യദ്ഖുലുൽ ജന്നത്ത വലാ യജിദുന റീഹഹ, സ്വർഗത്തിൽ അവർ കയറില്ല എന്ന് മാത്രമല്ല പറഞ്ഞത്, സ്വർഗത്തിൻ്റെ സുഗന്ധം മൈലുകളിലേക്ക് അടിച്ചു വീശുന്ന സുഗന്ധത്തിന് ഒന്നുപോലും ആസ്വദിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. നേതൃത്വം വഹിക്കുന്ന ആളുകൾ അധികാരത്തിൻ്റെ ദണ്ട് കണക്കെ, പശുവിൻ്റെ വാല് കണക്കെ അതിങ്ങനെ ചൊഴ്ത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങളെ ഉപദ്രവിക്കുക, കഷ്ടപ്പെടുത്തുക. ഈ SIR ബന്ധപ്പെട്ട് എത്രയോ ആളുകൾ, ഒരു മനുഷ്യൻ തന്നെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. എന്തു പ്രയാസങ്ങളാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി ഒരു ബോധമില്ലേ? എല്ലാം അറിയാം, പക്ഷേ അധികാര ദണ്ടുകൊണ്ട് ഇന്ന സമയത്ത് ചെയ്തിരിക്കണം. ഒരു രാജകൽപ്പന പോലെ സ്വച്ഛാധിപതികളായ ആളുകൾ ഭരിക്കുന്നിടത്താണ് അപൂർവമായി അത്തരം സംഭവങ്ങൾ നമ്മൾ കാണുന്നുള്ളൂ. അത്തരം ഒരു കാലഘട്ടത്തെപ്പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയാണ്. എന്താണ് പശുവിൻ്റെ വാലിൻ്റെ പ്രത്യേകത? ഇത്ര കൃത്യമാണ് ആ ഉപമ ആലോചിച്ച് വെക്കുക. പശു എപ്പോഴും വാലിങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കും. അത് അതിൻ്റെ തന്നെ മൂത്രത്തിലും കാട്ടത്തിലും ഒക്കെ മുങ്ങിയതായിരിക്കും. നിങ്ങളും ഞാനൊക്കെ വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ നമ്മുടെ മേത്തേക്കൊക്കെ അത് തെറിക്കും, നമ്മുടെ അന്തസ്സ് കെടും, നമ്മൾക്ക് പ്രയാസം ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു നേതൃത്വം നിങ്ങളിലേക്ക് വരാനുള്ളൊരു കാലത്ത് പ്രവാചകൻ പറയാണ്, പശുവിൻ്റെ വാല് കണക്കെ സദാ ചുഴറ്റിക്കൊണ്ടിരിക്കുന്ന അധികാരത്തിൻ്റെ ദണ്ടുമായി വരുന്ന അധികാര കേന്ദ്രങ്ങളെ പ്രവാചകൻ താക്കി നൽകുകയാണ്. അപ്പം എല്ലാം ആകെ കെട്ടടങ്ങിപ്പോയി, ഇനി ഒരു രക്ഷയുമില്ല എന്നതല്ല ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും മോശമായി കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ പരിവർത്തിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി വിശ്വാസികൾക്കുണ്ട്. അതുകൊണ്ട് ഒരു അരാഷ്ട്രീയവാദം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരും പ്രശ്നക്കാരാണ്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്ക് ഇങ്ങനെ ദ്വീപിലായി അവനവനിലേക്ക് ചുരുങ്ങുന്നൊരവസ്ഥയിലേക്ക് മാറിപ്പോകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. തെറ്റുകളെ തിരുത്താൻ സാധിക്കേണ്ടതുണ്ട്. തിരുത്തൽ ശക്തികളായി വിശ്വാസികൾ മാറണം. അവിടെ നന്മയെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ റസൂല് നല്ല ഭരണകൂടത്തെ സംബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ഖിയാറു അഇമ്മത്തിക്കും അല്ലദീന തുഹിബ്ബൂനഹും വയഹിബ്ബൂനക്കും. നല്ല ഭരണകൂടം എന്ന് പറയുന്നത്, നല്ല നേതൃത്വം എന്ന് പറയുന്നത്, നല്ല അധികാരിവർഗം എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്നവർ, നിങ്ങളെയും സ്നേഹിക്കുന്നവർ, നിങ്ങളുടെ കാര്യത്തിൽ തൽപരരാണവർ, ഡെഡിക്കേറ്റഡ് ആണവർ, സമർപ്പിച്ചവരാണവർ ഏറ്റെടുത്ത ചുമതലകളുമായി. അതേപോലെ തന്നെ വതുസല്ലൂന അലൈഹിം വയുസല്ലൂന അലൈക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾക്ക് നന്മയുണ്ടാവുക എന്നതാണ്. പൊതുജന ക്ഷേമതൽപരരായ ആളുകൾ, സമൂഹത്തിൻ്റെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി അവരും പ്രാർത്ഥിക്കും. ഇങ്ങനെ പരസ്പരം ഏറ്റവും യോജിച്ചു നിൽക്കുന്ന നേതൃത്വമായി ഭരണകൂടങ്ങൾ, ഭരണാധികാരികൾ മാറണമെന്നതാണ് ഇസ്ലാമിക കൽപ്പന. അപ്പോൾ ഏതൊരു സംഗതിയിലെയും
ഉത്തരവാദിത്തങ്ങളെപ്പറ്റി കൃത്യമായ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള വിചാരമുണ്ടാകണം. ഏതെങ്കിലും ഒരു പാർട്ടിയായി എന്നതിൻ്റെ പേരിൽ നമ്മൾ കഴിച്ചിലാകുമെന്നുള്ള വിചാരം ഉണ്ടാകരുത്. ഓരോരുത്തരുടെയും വിചാരണ ഒറ്റക്കൊറ്റക്കാണ്. അതുകൊണ്ട് സമാധാനം പറയേണ്ടത് ഒറ്റക്കൊറ്റക്ക് തന്നെയായിരിക്കും. നമ്മൾ ഏൽപ്പിച്ചുവിടുന്ന ആളുകൾ ആ ജോലിക്ക് പറ്റിയവരാണ് എന്ന് കൃത്യമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ള നല്ല നേതൃത്വങ്ങളെ വാർത്തെടുക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.